Today we will discuss about some problems relating to non-homogeneous differential equations. We are already discussed about the non-homogeneous differential equation and how to solve the non-homogeneous equations. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടതെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പം നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ് സോൾവ് ദ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് 2y ഈക്വൽ ടു 10 cos x. സൊല്യൂഷൻ ഗിവൻ ദാറ്റ് y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് 2y ഈക്വൽ ടു 10 cos x. അപ്പം നമുക്കറിയാം ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതുക. ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. അത് റിയൽ റൂട്ടാണോ ഡബിൾ റൂട്ടാണോ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടാണോ ഡബിൾ റൂട്ടാണോ കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ടാണോ അതിനനുസരിച്ച് അതിൻ്റെ സൊല്യൂഷൻ എഴുതുക. ദെൻ എന്ത് ചെയ്യാം? ആർ ഓഫ് എക്സിൻ്റെ ഫോം അനുസരിച്ച് വൈ പി എഴുതുക. വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും ഒക്കെ കണ്ടിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുക. ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ എച്ച് പ്ലസ് വൈ പി ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗിവൺ ദാറ്റ് വൈ ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് മൈനസ് 2y ഈക്വൽ ടു 10 cos x. അപ്പോൾ നമുക്ക് ഗിവൺ തന്നിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇത് നോൺ ഹോമോജീനിയസ് ഇക്വേഷനാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതുന്നു. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതാൻ എന്ത് ചെയ്താൽ മതി? ആർ ഓഫ് എക്സ് 0 ആക്കിയിട്ട് എടുത്താൽ മതി. അതായത് വൈ ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് മൈനസ് 2y ഈക്വൽ ടു 0. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. അപ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ മൈനസ് 2 ഈക്വൽ ടു 0. Then solving lambda implies lambda equal to solve ചെയ്യുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്നു. മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a വെച്ച് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലാംഡ എന്ന് പറയുന്നത് 2ഉം മൈനസ് 1ഉം കിട്ടുന്നു. അപ്പോൾ നമുക്കറിയാം ഇത് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ടാണ്. ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് ആണെങ്കിൽ ജനറൽ സൊല്യൂഷൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് c1 e റൈസ് ടു ലാംഡ 1x പ്ലസ് c2 e റൈസ് ടു ലാംഡ 2x ആണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? c1 e റൈസ് ടു മൈനസ് 1x പ്ലസ് c2 e റൈസ് ടു 2x എന്ന് കിട്ടി. അതായത് YH നമുക്ക് കിട്ടി. ഹോമോജീനിയസിൻ്റെ ജനറൽ സൊല്യൂഷൻ കിട്ടി. ദെൻ നമ്മൾ കാണേണ്ടത് അടുത്ത് എന്താണ്? ഡിറ്റർമിനേഷൻ ഓഫ് വൈ പി ആണ് സോൾവ് ചെയ്യേണ്ടത്. നമുക്കറിയാം വൈ പി സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം ആർ ഓഫ് എക്സിൻ്റെ ഫോം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഹിയർ ആർ ഓഫ് എക്സ് ഈക്വൽ ടു 10 cos x ആണ് തന്നിട്ടുള്ളത് അല്ലേ? ആർ ഓഫ് എക്സ് 10 cos x ആണ്. അപ്പോൾ ആർ ഓഫ് എക്സ് 10 cos x വിച്ച് ഈസ് ഓഫ് ദി ഫോം എന്താണ്? കെ കോസ് ക്യു എക്സ് എന്ന് പറഞ്ഞ ഫോമിലാണുള്ളത്. നമുക്കറിയാം കെ കോസ് ക്യു എക്സ് എന്ന് പറയുന്ന ഫോമിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് വൈ പി ചൂസ് ചെയ്യാനുള്ളത് ഏതായിരുന്നു ഫോം? കെ കോസ് ക്യു എക്സ് അല്ലെങ്കിൽ കെ സൈൻ ക്യു എക്സ്. ഇതിൽ ഏതെങ്കിലും ഒരു ഫോം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എ കോസ് ക്യു എക്സ് പ്ലസ് ബി സൈൻ ക്യു എക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ വന്നിട്ടുള്ളത് 10 cos x എന്ന് പറഞ്ഞ ഫോമിലാണ്. 10 cos x ആണ് ആർ ഓഫ് എക്സ് ഉള്ളത്. അതായത് ഈ ഒരു ഫോമാണ് കെ കോസ് ക്യു എക്സ് എന്ന് പറഞ്ഞ ഫോമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വൈ പി ചൂസ് ചെയ്യേണ്ടത് എ കോസ് ക്യു എക്സ് പ്ലസ് ബി സൈൻ ക്യു എക്സ് എന്ന് പറഞ്ഞ ഫോമാണ് വൈ പി ചൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ വൈ പി എന്ന് പറഞ്ഞത് എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ്. അതായത് ഇവിടെ ക്യൂ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ടാണ് ഇവിടെ എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് എന്ന് വന്നത്. ഇനി ഈ വൈ പിനെ നമ്മൾ എന്ത് ചെയ്യണം? തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം വൈ പി ഇവിടെ വേണം, അതുപോലെ വൈ പി ഡാഷ് വേണം, വൈ പി ഡബിൾ ഡാഷ് വേണം. അതിനുവേണ്ടി നമ്മൾ വൈ പി ഡാഷ് കാണുന്നു. വൈ പി ഡാഷ് ഈക്വൽ ടു വൈ പിനെ ഡിഫറൻസിയേഷൻ ചെയ്യുന്നു. എ കോസ് എക്സിൻ്റെ ഡിഫറൻസിയേഷൻ മൈനസ് എ സൈൻ എക്സ് പ്ലസ് ബി സൈൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ ബി കോസ് എക്സ്. ദെൻ വൈ പി ഡബിൾ ഡാഷ് വേണം. ഇതിനൊന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പം വൈ പി ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ് എന്ന് കിട്ടുന്നു. ദെൻ ഈ വൈ പിയും വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും നമ്മുടെ ഗിവൺ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഗിവൺ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ പി ഡബിൾ ഡാഷ് മൈനസ് വൈ പി ഡാഷ് മൈനസ് 2y p ഈക്വൽ ടു 10 cos x ആണ്. ഇതിൽ ഓരോന്നിൻ്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. വൈ പി ഡബിൾ ഡാഷിൻ്റെ സ്ഥാനത്ത് മൈനസ് എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. മൈനസ് ഓഫ് വൈ പി ഡാഷ് എന്ന് പറയുന്നത് മൈനസ് എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് ആണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് 2 ഇൻറ്റു വൈ പി എന്ന് പറയുന്നത് എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് ഈക്വൽ ടു 10 cos x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇതിനെ സോൾവ് ചെയ്യുക. അതായത് മൈനസ് എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ് മൈനസ് മൈനസ് പ്ലസ് എ സൈൻ എക്സ് മൈനസ് ഓഫ് ബി കോസ് എക്സ് മൈനസ് 2a കോസ് എക്സ് മൈനസ് 2b സൈൻ എക്സ് ഈക്വൽ ടു 10 cos x. ദെൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതി മൈനസ് 3a കോസ് എക്സ് മൈനസ് 3b സൈൻ എക്സ് പ്ലസ് എ സൈൻ എക്സ് മൈനസ് ബി കോസ് എക്സ് ഈക്വൽ ടു 10 cos x. ദെൻ കോസ് എക്സിൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതുക. കോസ് എക്സിൻ്റെ ടേം ഇവിടെ മൈനസ് 3aയും മൈനസ് ബി കോസ് എക്സും ആണുള്ളത്. അപ്പം കോസ് എക്സിൻ്റെ ടേംസ് എന്നത് മൈനസ് 3a മൈനസ് ബി. കോസ് എക്സ് ഇൻറ്റു മൈനസ് 3a മൈനസ് ബി പ്ലസ് സൈൻ എക്സിൻ്റെ ടേം ഇവിടെ ഉള്ളത് മൈനസ് 3b സൈൻ എക്സും എ സൈൻ എക്സും ആണ്. അപ്പോൾ അവിടെ സൈൻ എക്സിന്
കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, -3b + a = ബാക്കിയുള്ളത് 10 cos x. ദെൻ ഇവിടെ ഇനി എന്ത് ചെയ്യുക, എനെയും ബിനെയും സോൾവ് ചെയ്യുക. എനെയും ബിനെയും സോൾവ് ചെയ്ത ശേഷം നമ്മുടെ YPയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എയും ബിയും സോൾവ് ചെയ്യണമെങ്കിൽ ഇവിടെ cos xഉം sin x ആണ് ഇവിടെ ടേംസ് ഉള്ളത്. അപ്പോൾ cos xൻ്റെയും sin xൻ്റെയും ടേംസിന് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേറ്റിൻ്റെ കോഎഫിഷ്യൻസ് ഓഫ് cos x, ആദ്യം തന്നെ cos xൻ്റെ കോഎഫിഷ്യൻറ്റിന് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ cos xൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് -3a - b ആണ്. ഇവിടെ cos xൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ -3a - b = 10 എന്ന് കിട്ടുന്നു. അപ്പോൾ അതൊരു ഇക്വേഷൻ ആയിട്ട് എഴുതാം. ദെൻ sin xൻ്റെ കോഎഫിഷ്യൻറ്റിനെ ഇക്വേറ്റ് ചെയ്യുന്നു. sin xൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ -3b + a ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ sin xൻ്റെ ടേംസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ 0 വരുന്നു. അപ്പോൾ -3b + a = 0. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. എയിലും ബിയിലുള്ള 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എയിലും ബിയിലും 2 ഇക്വേഷൻ കിട്ടിയാൽ ഇതിനെ സോൾവ് ചെയ്യാനുള്ളത് നമുക്കറിയാവുന്നതാണ്, ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പോൾ ഏതിൻ്റെങ്കിലും ഒരു കോഎഫിഷ്യൻറ്റിനെ ഈക്വൽ ആക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കോഎഫിഷ്യൻറ്റിനെ ഈക്വൽ ആക്കാൻ പോകുന്നു. ഇവിടെ എൻ്റെ കോഎഫിഷ്യൻറ്റ് 3 ആണുള്ളത്, ഇവിടെ 1 ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, രണ്ടിൻ്റെയും കോഎഫിഷ്യൻറ്റ് 3 ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം 3a, ഇതിനെ ഇക്വേഷൻ 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3a - 3b × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -9b = 0 × 3 0. അപ്പം 2 ഇക്വേഷൻ കിട്ടി. അതായത് ഈ ഇക്വേഷനും ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 6ഉം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ നോക്കി, രണ്ടിൻ്റെയും കോഎഫിഷ്യൻ്റ് ഈക്വൽ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്താൽ നമുക്ക് -3aയും ക്യാൻസൽ ആയിപ്പോൾ. അപ്പം ഈ 2 ഇക്വേഷനെയും നമ്മൾ ആഡ് ചെയ്യുന്നു. 4 + 6 ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, -3a + 3a ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരുന്നു. അതുപോലെ -b - 9b ദാറ്റ് ഈസ് ഈക്വൽ ടു -10b = 10 + 0 that is equal to 10 implies b equal to -1 എന്ന് കിട്ടുന്നത്. ഇനി ഈ b എന്ന് പറയുന്നത് മറ്റേതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ -3a + 1 = 10. അപ്പം a എന്ന് പറയുന്നത് നമുക്ക് -3 എന്ന് കിട്ടുന്നു. therefore yp equal to, നമുക്കറിയാം yp നമ്മൾ ചൂസ് ചെയ്ത് a cos x + b sin x ആണ്. ഇവിടെ a എന്ന് പറഞ്ഞാൽ -3 കിട്ടി, b എന്ന് പറഞ്ഞാൽ -1 കിട്ടി. അപ്പോൾ -3 cos x - sin x എന്ന് കിട്ടി. therefore then നമ്മൾ എന്ത് ചെയ്യണം, ജനറൽ സൊല്യൂഷൻ കാണണം. അപ്പം ഇവിടെ പർട്ടിക്കുലർ സൊല്യൂഷനും കിട്ടി, YHും കിട്ടി. അപ്പം ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y = YH + yp ആണ്. അപ്പോൾ YH എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് c1 e - x + c2 e - 2x ആണ്. yp ഇപ്പം കിട്ടി -3 cos x - sin x. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദിസ് ഇസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സോൾവ് ദ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ y - -2y' = e - x sin x. അപ്പം ഇതും നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ തന്നിട്ടുള്ള. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y - -2y' = 0. ദെൻ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം, λ² - 2λ = 0. ദെൻ ഇതിൻ്റെ ലാംഡനെ സോൾവ് ചെയ്യുന്നു. അപ്പോൾ λ = 0 ഓർ λ = 2 എന്ന് കിട്ടുന്നത്. അതായത് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് കിട്ടി. ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് ആണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് c1 e - λ1x + c2 e - λ2x. അപ്പം c1 e - 0x + c2 e - 2x. e - 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം c1 + c2 e - 2x എന്ന് കിട്ടുന്നു. ദെൻ നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാൻ വേണ്ടി r(x)ന്റെ ഫോം എന്ന് പറഞ്ഞാൽ e x sin x ആണ്. ഇവിടെ r(x) തന്നിട്ടുള്ളത്. അപ്പോൾ ഈ e x sin x ഇത് ഏതിൻ്റെ ഫോമാണുള്ളത്, നമുക്ക് നമ്മുടെ ടേബിൾ മുമ്പ് പഠിച്ചിരുന്നു. അതിൽ e x sin x എന്ന് പറയുന്നത് ഏത് ഫോമിലാണ് ഉള്ളത്, ഈ ഒരു ഫോമുല ഉള്ളത്. അതായത് k e px sin qx എന്ന് പറഞ്ഞ ഫോമുല ഉള്ളത്. നമുക്കറിയാം k e px sin qx എന്ന് പറഞ്ഞാൽ yp ചൂസ് ചെയ്യേണ്ടത് e px × a cos qx + b sin qx ആണ്. അപ്പോൾ ഇതാണ് yp ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് p എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഇക്വേഷനിലുള്ളത് r(x) എന്ന് പറഞ്ഞാൽ e x sin x ആണ്. അപ്പോൾ എന്തായത് e px × a cos qx + b sin qx ആണ് ഇവിടെ ഉള്ളത്. അതായത് ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോം ഒരു k, ഏതാണ് ഫോം, k e px × sin x എന്ന് പറഞ്ഞ ഫോമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫോം ഉപയോഗിക്കേണ്ടത് yp ഉപയോഗിക്കേണ്ടത് എന്താണ്, k e px sin x എന്ന് പറഞ്ഞ ഫോമിലാണ് ഇതുള്ളത്. k എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആയെന്നേ ഉള്ളൂ, p എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പം നമുക്ക് yp ചൂസ് ചെയ്യേണ്ടത് നമുക്കറിയാം. എന്താണ് yp എന്ന് പറയുന്നത് yp ചൂസ് ചെയ്യേണ്ടത് r(x) ഈ ഒരു ഫോമിലാണെങ്കിൽ yp ചൂസ് ചെയ്യേണ്ടത് e px × a cos qx + b sin qx ആണ്. ഈ ഒരു ഫോമിലാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ
നമുക്ക് ഗിവൺ തന്നതിൽ ഇ റേസ് ടു പി എക്സ്, അതായത് പി എന്ന് പറഞ്ഞാൽ 1 ആണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കേണ്ട വൈ പി എന്ന് പറയുന്നത് ഇ റേസ് ടു പി എക്സ്, അതായത് ഇ റേസ് ടു 1x ഇൻറ്റു എ കോസ് ക്യു എക്സ്. ക്യൂവും ഇവിടെ ഉള്ളത് 1 ആണുള്ളത്. എ റേസ് ടു പി എക്സിൻ്റെ സൈൻ ക്യു എക്സ് എന്ന് പറഞ്ഞ ഫോമാണ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് എന്ന് പറഞ്ഞ ഫോമാണ് വൈ പി ചൂസ് ചെയ്യേണ്ടത്. വൈ പി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും കാണും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു ഫംഗ്ഷനാണ്, ഇതൊരു ഫംഗ്ഷനാണ്. അപ്പം രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. അത് വെച്ച് വൈ പി ഡാഷ് കണ്ടുപിടിക്കുന്നു. വൈ പി ഡബിൾ ഡാഷ് ഇതിൻ്റെ വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്യുക. അപ്പം വീണ്ടും ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്തു. ദെൻ ഇ റേസ് ടു എക്സിനെ നമ്മൾ ഔട്ട് സൈഡിലെടുത്തു. അതൊക്കെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇ റേസ് ടു എക്സ് ഇൻറ്റു -2a സൈൻ എക്സ് പ്ലസ് 2b കോസ് എക്സ് എന്ന് കിട്ടി. സോൾവ് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ഇൻ ടു ദി ഗിവൺ നോൺ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ വൈ പിയും വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും ഒക്കെ നമുക്ക് ഗിവൺ നോൺ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമുക്ക് എന്തൊക്കെയുള്ളത്, വൈ പി ഡബിൾ ഡാഷ് -2 വൈ പി ഡാഷ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സൈൻ എക്സ് എന്നാണ് നമ്മുടെ ഗിവൺ നോൺ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉള്ളത്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൈ പി ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇ റേസ് ടു എക്സ് ഇൻറ്റു -2a സൈൻ എക്സ് പ്ലസ് 2b കോസ് എക്സ് ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇ റേസ് ടു എക്സ് ഇൻറ്റു -2a സൈൻ എക്സ് പ്ലസ് 2b കോസ് എക്സ് -2 ഇൻറ്റു വൈ പി ഡാഷ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ഇൻറ്റു -a സൈൻ എക്സ് പ്ലസ് b കോസ് എക്സ് പ്ലസ് a കോസ് എക്സ് പ്ലസ് b സൈൻ എക്സ്. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സൈൻ എക്സ്. ദെൻ ഇവിടെ രണ്ട് ടേംസിലും ഇ റേസ് ടു എക്സ് കോമൺ ആണ്. ഇ റേസ് ടു എക്സിനെ ഔട്ട് സൈഡിൽ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇ റേസ് ടു എക്സ് ഇൻറ്റു -2a സൈൻ എക്സ് പ്ലസ് 2b കോസ് എക്സ് പ്ലസ് 2a സൈൻ എക്സ് -2b കോസ് എക്സ് -2a കോസ് എക്സ് -2b സൈൻ എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സൈൻ എക്സ്. ഇ റേസ് ടു എക്സും ഇ റേസ് ടു എക്സും ക്യാൻസലായി. പിന്നെ ഇവിടെ -2a സൈൻ എക്സും പ്ലസ് 2a സൈൻ എക്സും ക്യാൻസൽ ചെയ്തു. 2b കോസ് എക്സും -2b കോസ് എക്സും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളത് -2a കോസ് എക്സ് -2b സൈൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഇവിടെ കോസ് എക്സിലും സൈൻ എക്സിലുള്ള ടേംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് എയിനെയും ബിനെയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇക്വേറ്റിൻ്റെ കോഎഫിഷ്യൻസ് ഓഫ് കോസ് എക്സ് ആൻഡ് സൈൻ എക്സ്. അപ്പോൾ ആദ്യം ഇക്വേറ്റിൻ്റെ കോഎഫിഷ്യൻസ് ഓഫ് കോസ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കോസ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് -2a ആണ്. അപ്പോൾ -2a ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ കോസ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇല്ല, അതുകൊണ്ട് 0. അപ്പോൾ -2a ഈക്വൽ ടു 0 ഇംപ്ലൈൻസ് a ഈക്വൽ ടു 0. ദെൻ ഇക്വേറ്റിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് സൈൻ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ സൈൻ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ -2b ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ സൈൻ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. അപ്പോൾ -2b ഈക്വൽ ടു 1. അപ്പം b ഈക്വൽ ടു -1/2 എന്ന് കിട്ടുന്നു. ദെർഫോർ വൈ പി ഈക്വൽ ടു വൈ പി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ചൂസ് ചെയ്ത് ഇ റേസ് ടു എക്സ് ഇൻറ്റു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് ആണ്. അപ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഇവിടെ 0 കിട്ടി. 0 കോസ് എക്സ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു സൈൻ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു -1/2 ഇ റേസ് ടു എക്സ് സൈൻ എക്സ്. അപ്പോൾ ഇത് പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടി. ദെൻ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു വൈ എച്ച് പ്ലസ് വൈ പി. അപ്പം വൈ എച്ചിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. C1 പ്ലസ് C2 ഇ റേസ് ടു 2x മൈനസ് വൈ പി എന്ന് പറയുന്നത് -1/2 ഇ റേസ് ടു എക്സ് സൈൻ എക്സ്. ദിസ് ഈസ് ദി ജനറൽ സൊല്യൂഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഫൈൻഡ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് -3y ഡാഷ് -4y ഈക്വൽ ടു 3 ഇ റേസ് ടു 2t. First one. Second one, find a particular solution of y double dash -3y dash -4y equal to 2 sin t. ഈ രണ്ട് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. നെക്സ്റ്റ് തിയറം പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു നോൺ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറേ റൂൾസ് വഴിയാണ് ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് റൂളാണ് നമ്മളവിടെ കണ്ടത്. ആ കോളത്തിൽ r(x) വരുന്നതിനനുസരിച്ച് വൈ പി ചൂസ് ചെയ്യുന്ന റൂൾ കണ്ടു. ഇനി രണ്ടാമത് ഇപ്പം അടുത്ത് ചെയ്യാൻ പോകുന്നത് സം റൂളാണ്. സം റൂൾ എന്ന് പറയുമ്പോൾ ആ ടേംസിൽ പറയുന്ന പോലെ തന്നെ r(x) എന്ന് പറയുന്നത് r1(x) r2(x) രണ്ട് രീതിയിൽ, അതായത് r(x)നെ രണ്ട് ഫംഗ്ഷൻ്റെ സമ്മായിട്ട് വന്നതെങ്കിൽ r1(x)നെ വൈ പി ചൂസ് ചെയ്യുക, അതുപോലെ r2(x)ൻ്റെ വൈ പി ചൂസ് ചെയ്യുക, രണ്ടും തമ്മിൽ ആഡ് ചെയ്തിട്ട് എഴുതുക. അതായിരിക്കും അതിൻ്റെ വൈ പി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് ഉപയോഗിച്ചിട്ടുള്ളൊരു തിയറാണ്, ആ റൂൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തിയറാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പറയുന്നതെന്ന് വെച്ചാൽ ഇഫ് y1(x) is a particular solution of y double dash plus ay dash plus by equal to r1(x) and y2(x) is a particular solution of y double dash plus ay dash plus by equal to r2(x), then y equal to y1(x) plus y2(x) is a solution of y double dash plus ay dash plus by equal to r1(x) plus r2(x). അതായത് y1(x) എന്ന് പറയുന്നത് ഈ y ഡബിൾ ഡാഷ് പ്ലസ് ay ഡാഷ് പ്ലസ് by ഈക്വൽ ടു r1(x)ൻ്റെ സൊല്യൂഷനും, അതുപോലെ y2 എന്ന് പറയുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് ay ഡാഷ് പ്ലസ് by ഈക്വൽ ടു r2(x)ൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ y1(x) പ്ലസ് y2(x) എന്ന് പറയുന്നത്
വൈ ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു R1 ഓഫ് എക്സ് പ്ലസ് R2 ഓഫ് എക്സിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ വൈ ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 4x പ്ലസ് ഇ റേസ് ടു 3x. അതായത് നമുക്കറിയാം ഇവിടെ R1 ഓഫ് എക്സ് ചെയ്ത് R2 ഓഫ് എക്സ് ചെയ്ത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെയൊക്കെ ചൂസ് ചെയ്തതിൽ ഇപ്പോൾ 2 ഫംഗ്ഷനാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ R ഓഫ് എക്സിൻ്റെ ഫോം എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ YP ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ആദ്യം ഹോമോജീനിയസിൻ്റെ എഴുതുക, ഹോമോജീനിയസിൻ്റെ എഴുതി YH കാണുക, എന്നിട്ട് YP കാണുക. YP ചൂസ് ചെയ്യേണ്ട നേരം പറയാം. അപ്പോൾ YH കണ്ട് YP കണ്ട് അത് തമ്മിൽ ആഡ് ചെയ്താൽ ജനറൽ സൊല്യൂഷൻ കിട്ടും. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ R ഓഫ് എക്സ് 2 ഫംഗ്ഷൻ്റെ സമ്മായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതും പറയാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വൈ ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 0. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ മൈനസ് 3 ലാംഡ പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പോൾ ലാംഡ അതിൻ്റെ അകത്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2ഉം 1ഉം കിട്ടി. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 2ഉം 1ഉം കിട്ടി. അപ്പോൾ YH ഈക്വൽ ടു, അതായത് നമുക്കറിയാം ഇത് ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ടാണ്. അപ്പോൾ YH എന്ന് പറഞ്ഞാൽ C1 e റേസ് ടു ലാംഡ 1x പ്ലസ് C2 e റേസ് ടു ലാംഡ 2x. അപ്പോൾ C1 e റേസ് ടു x പ്ലസ് C2 e റേസ് ടു 2x എന്ന് കിട്ടും. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് YP കാണണമെങ്കിൽ നമ്മൾ പറഞ്ഞു R ഓഫ് എക്സിൻ്റെ ഫോം എന്ന് പറയുന്നത് 4x പ്ലസ് ഇ റേസ് ടു 3x. അതായത് 2 ഫംഗ്ഷനാണ് വന്നിട്ടുള്ളത്. 4x ഒരു ഫംഗ്ഷനും ഇ റേസ് ടു 3x ഒരു ഫംഗ്ഷൻ. അതായത് ഇതൊരു R1 ഓഫ് എക്സും ഇത് R2 ഓഫ് എക്സ്, ഈ 2 ഫോമിലാണ് ഉള്ളതെങ്കിൽ R1 ഓഫ് എക്സിന് YP ചൂസ് ചെയ്യുക പ്ലസ് R2 ഓഫ് എക്സിൻ്റെ YP ചൂസ് ചെയ്യുക. രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എഴുതുന്നതാണ് നമ്മുടെ YP എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമുക്കറിയാം ഈ 4x എന്ന് പറയുന്നത് അതായത് പോളിനോമിയലിൻ്റെ ഫോമിലാണ് ഉള്ളത് അല്ലേ. പോളിനോമിയലിൻ്റെ ഫോമിലാണ് ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയലാണ്. നമുക്കറിയാം ഡിഗ്രി n ആയിട്ടുള്ള പോളിനോമിയലിന് YP ചൂസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, Pn ഓഫ് എക്സ് വന്നെങ്കിൽ YP ചൂസ് ചെയ്യുന്നത് kn x റേസ് ടു n പ്ലസ് kn മൈനസ് 1 x റേസ് ടു n മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് k1x പ്ലസ് k0. ഇവിടെ ഡിഗ്രി 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, k1x പ്ലസ് k0 ആണല്ലോ ഇവിടുത്തെ ചൂസ് ചെയ്യേണ്ടത്. ഡിഗ്രി 1 ആകുമ്പോൾ k1x പ്ലസ് k0. അപ്പം R1 ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള k1x പ്ലസ് k0 പ്ലസ് രണ്ടാമത്തെ ഇവിടെ ഉള്ളത് ഇ റേസ് ടു 3x ആണ്. ഇത് ഏത് ഫോമിലാണ് ഉള്ളത്, k e റേസ് ടു px എന്ന് പറഞ്ഞ ഫോമിലാണ് ഉള്ളത്. നമുക്കറിയാം k e റേസ് ടു px എന്ന് പറഞ്ഞ ഫോമിലാണെങ്കിൽ YP ചൂസ് ചെയ്യേണ്ടത് c e റേസ് ടു px ആണ്. അപ്പോൾ അതിനുള്ള രണ്ടാമത്തെ ഇ റേസ് ടു 3x കറസ്പോണ്ടിങ് ആയിട്ടുള്ള YP എന്ന് പറയുന്നത് c e റേസ് ടു 3x ആണ്. അപ്പോൾ ഇത് 2 പ്ലസ് ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക, പ്ലസ് ചെയ്തിട്ട് എഴുതുക. k1x പ്ലസ് k0 പ്ലസ് c e റേസ് ടു 3x. ഇതായിരിക്കും നമ്മുടെ YP എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയൊക്കെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ YP ഡാഷ് കാണാം, YP ഡബിൾ ഡാഷ് കാണാം, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ YP എന്ന് പറഞ്ഞാൽ k1x പ്ലസ് k0 പ്ലസ് c e റേസ് ടു 3x കിട്ടി. YP ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. k1xൻ്റെ ഡിഫറൻസിയേഷൻ k1, k0 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡിഫറൻസിയേഷൻ 0 പ്ലസ് c e റേസ് ടു 3xൻ്റെ ഡിഫറൻസിയേഷൻ c ഇൻറ്റു ഇ റേസ് ടു 3xൻ്റെത് ഇ റേസ് ടു 3x ഇൻറ്റു 3xൻ്റെ ഡിഫറൻസിയേഷൻ 3. അപ്പോൾ 3c ഇ റേസ് ടു 3x എന്ന് കിട്ടുന്നു. ദെൻ YP ഡബിൾ ഡാഷ് കാണാം. k1ൻ്റെ 0, 3c ഇ റേസ് ടു 3xൻ്റെത് 3c കോൺസ്റ്റന്റ് ഇ റേസ് ടു 3x വീണ്ടും 3 ഇ റേസ് ടു 3x വരും. അപ്പോൾ 9c ഇ റേസ് ടു 3x നമുക്ക് കിട്ടുന്നു. അപ്പോൾ YP ഡബിൾ ഡാഷും കിട്ടി. ദെൻ ഈ 3 നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് YP ഡബിൾ ഡാഷ് മൈനസ് 3YP ഡാഷ് പ്ലസ് 2YP ഈക്വൽ ടു 4x പ്ലസ് ഇ റേസ് ടു 3x ആണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 9c ഇ റേസ് ടു 3x മൈനസ് ഓഫ് k1 പ്ലസ് 3c ഇ റേസ് ടു 3x പ്ലസ് 2 ഇൻറ്റു k1x പ്ലസ് k0 പ്ലസ് 3c ഇ റേസ് ടു 3x ഈക്വൽ ടു 4x പ്ലസ് ഇ റേസ് ടു 3x. ഞാൻ ഇതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ 9c ഇ റേസ് ടു 3x മൈനസ് 3k1 മൈനസ് ഓഫ് 9c ഇ റേസ് ടു 3x പ്ലസ് 2k1x പ്ലസ് 2k0 പ്ലസ് 2c ഇ റേസ് ടു 3x ഈക്വൽ ടു 4x പ്ലസ് ഇ റേസ് ടു 3x എന്ന് കിട്ടുന്നു. ദെൻ 9c ഇ റേസ് ടു 3x മൈനസ് 9c ഇ റേസ് ടു 3x ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് മൈനസ് 3k1 പ്ലസ് 2kx പ്ലസ് 2k0 പ്ലസ് 2c ഇ റേസ് ടു 3x ഈക്വൽ ടു 4x പ്ലസ് ഇ റേസ് ടു 3x. ദെൻ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതൊക്കെ കാണാം, k1 കാണാം, k0 കാണാം, c-ൻ്റെ വാല്യൂ കാണാം. അങ്ങനെ ഈ 3 കോൺസ്റ്റൻറ്റും കാണാം. അപ്പോൾ ഇക്വേറ്റിംഗ് ഇതൊക്കെ ഇവിടെ ഏതൊക്കെയുള്ളത്, ഇ റേസ് ടു 3xൻ്റെ ഇക്വേറ്റ് ചെയ്താണ് നമുക്ക് c കിട്ടും. അതുപോലെ ഓരോന്നിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക, അതുപോലെ കോൺസ്റ്റന്റ് ടേംസിന് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഇ റേസ് ടു 3xൻ്റെ കോഎഫിഷ്യൻറ്റിനെ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇ റേസ് ടു 3x ഉള്ളത് 2c ആണ്. അപ്പോൾ 2c ഈക്വൽ ടു ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 ആണ്. അപ്പോൾ c ഈക്വൽ ടു 1/2 എന്ന് കിട്ടുന്നു. ദെൻ അടുത്തത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുക. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ ഉള്ളത് 2k1 ആണുള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4 ആണുള്ളത്. അപ്പം 2k1 ഈക്വൽ ടു 4. അപ്പോൾ k1 ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടുന്നു. ദെൻ നെക്സ്റ്റ് കോൺസ്റ്റന്റ് ടേംസ് ആണുള്ളത്. കോൺസ്റ്റന്റ് ടേംസ് ലെഫ്റ്റിൽ മൈനസ് 3k1 പ്ലസ് 2k0. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കോൺസ്റ്റന്റ് ടേംസ് ഒന്നുമില്ല, ഈക്വൽ ടു 0 വന്നു.
അപ്പം -3k1 + 2k0 = 0. k1 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം -3 × 2 + 2k0 = 0 വരുന്നു, പ്ലസ് k0 = 3 എന്ന് കിട്ടുന്നു. ദെൻ yp k0 കിട്ടി, k1 കിട്ടി, സിയും കിട്ടി. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. yp നമ്മൾ ചൂസ് ചെയ്ത് എന്തായിരുന്നു, yp = k1x + k0 + c⁻3x. k1 നമുക്കിപ്പോൾ ഇവിടെ കിട്ടി 2, അപ്പം 2x + k0 എന്ന് പറഞ്ഞ് 3 + c എന്ന് പറഞ്ഞ് 1/2 e⁻3x. അപ്പം yp = 2x + 3 + 1/2 e⁻3x. ഇതാണ് ജനറൽ സൊല്യൂഷൻ, പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പം ജനറൽ സൊല്യൂഷൻ ഇനി എങ്ങനെ കാണാം, പർട്ടിക്കുലർ സൊല്യൂഷനും കോംപ്ലിമെൻ്ററി സൊല്യൂഷനും കൂടി ആഡ് ചെയ്യുന്നതാണ് ജനറൽ സൊല്യൂഷൻ. അപ്പോൾ yh + yp ചെയ്യുന്നു. അപ്പോൾ c1 e⁻x + c2 e⁻2x + 2x + 3 + 1/2 e⁻3x. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഹോംവർക്കുള്ളത് ചെയ്ത് നോക്കുക.